നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നറുവരിയെക്കുറിച്ചാണ്. ബൊറാജിനേസിയെ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കോഡിയ ഡൈക്കോട്ടോമ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശ്ലേഷ്മാതക, ഉദ്ദാല എന്നെല്ലാം പറയുന്നു. ഇതിൻ്റെ കായയ്ക്കും മരത്തൊലിക്കും വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ ബഹുവാഹക എന്നു നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആയുർവേദത്തിൽ സുശ്രുതാചാര്യൻ ഇതിനെ ഫലവർഗത്തിലും, ചരകാചാര്യൻ വിഷഘ്ന ഗണത്തിലും, വാഗ്ഭടാചാര്യൻ വിസർപ്പ ചികിത്സയിലും ഈ സസ്യത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന ഈ സസ്യം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നു. ഏകദേശം 13 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വലിയ വൃക്ഷമാണിത്. ഇതിൻ്റെ ഇലകൾ 18 സെൻറ്റിമീറ്ററോളം നീളത്തിലും 13 സെൻറ്റിമീറ്ററോളം വീതിയിലും കാണപ്പെടുന്നു. തുകൽ പോലെ കട്ടിയുള്ള ഇലയാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ ആധാരഭാഗം ഹൃദയാകാരത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾ പൂങ്കുലയായിട്ട് ശാഖാഗ്രങ്ങളിലും പത്രകക്ഷങ്ങളിലും കാണപ്പെടുന്നു. ഇളം മഞ്ഞ നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഈ സസ്യത്തിൻ്റെ പൂക്കാലം. ഇതിൻ്റെ കായകൾ ഏകദേശം 2 സെൻറ്റിമീറ്ററോളം നീളവും അത്ര തന്നെ വീതിയും ഉള്ളതാണ്. അതിൻ്റെ അകത്ത് മാംസമുള്ള ഒരു ഭാഗവും വഴുവഴുപ്പുള്ള ഒരു ദ്രാവകവും അടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ അത് പശയായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വിത്തും അടങ്ങിയിട്ടുണ്ട്. വിത്തിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഇല, കായ, തൊലി തുടങ്ങിയവയെല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ആയുർവേദത്തിൽ ഈ സസ്യം വാതപിത്ത രോഗങ്ങളെയാണ് ശമിപ്പിക്കുന്നത്. ഇത് ശ്വാസകോശങ്ങൾക്ക് ബലം നൽകുകയും മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും അജീർണത്തിനും നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ നരയ്ക്ക് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. പല്ലുവേദനയ്ക്ക് ഇതിൻ്റെ ഇല നല്ലൊരു മരുന്ന് കൂടിയാണ്. കുഷ്ഠം, ചർമ്മരോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ അസുഖങ്ങളിൽ ഇതിൻ്റെ മരത്തൊലി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നറുവരി വാതപിത്തശമനം എന്നാണ് പറയുക. അത് കുറച്ച് ശീതമാണ്. അധികം ശീതമല്ല, എന്നാൽ ലേശം ശീതമാണ് വാതപിത്തശമനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉപയോഗം ഈ ത്വക്ക് രോഗങ്ങളിലാണ്. അതായത് ഈ കരപ്പൻ, അതുപോലെ ഈ ലൈക്കൻ പ്ലാനസ്, എക്സിമ ഇങ്ങനെയുള്ളതിലൊക്കെ ഇതിട്ട് കാച്ചി എണ്ണ തേച്ച് കഴിഞ്ഞാൽ വളരെയധികം കുറവുണ്ടാകും. പിന്നെ ഈ മൂത്രച്ചൂടിന് ഇത് കുറച്ച് തണുപ്പാണ്. അതുകൊണ്ട് മൂത്രച്ചൂടിന് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. പിന്നെ ഇതിന്ന് എടുക്കുന്ന എണ്ണ ഈ പല്ല് വേദനയ്ക്ക് നമ്മൾ ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ വെച്ച് കുലുക്കുഴിയാം, അല്ലെങ്കിൽ അതിനെ പരട്ടും ചെയ്യാം. പിന്നെ ഈ പുഴുക്കടി എന്നൊരു സാധനം, ഈ ഫംഗൽ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ഒടികളിലെ കക്ഷത്തൊക്കെ ഉണ്ടാകുന്ന ഈ പുഴുക്കടിക്ക് ഇത് സമൂലം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് കുറയും.